ഓണാട്ടുകരയുടെ ആഘോഷമായ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശിവരാത്രി നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ ഭരണി നാളിൽ ദേവിക്ക് മുന്നിൽ കെട്ടുകാഴ്ചകളുടെ എഴുന്നള്ളിപ്പോടെയാണ് സമാപനമാകുന്നത്. സംയുക്തമായാണ് കുംഭഭരണി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തുന്നത്. ശിവരാത്രി നാളിലാണ് 13 കരകളുടെയും കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 13 കരകളിലെ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണങ്ങൾ ഈ ശിവരാത്രി ദിവസത്തോടുകൂടി ആരംഭിക്കും. കെട്ടുകാഴ്ചയ്ക്ക് ചില കേടുപാടുകളുണ്ട്. അതിൽ പൂർണ്ണമായി മുൻകൂട്ടി തയ്യാറെടുക്കേണ്ട കരകളൊക്കെ തന്നെ ഈ അടുത്ത ദിവസങ്ങൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 14 കുത്തിയോട്ടങ്ങളാണ് ഭഗവതിക്ക് ഈ വർഷം വഴിപാടായി സമർപ്പിക്കുന്ന ഭക്തന്മാർ. ആ 14 കുത്തിയോട്ട ഭവനങ്ങളിലും വിപുലമായി അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഭഗവതിക്ക് സമർപ്പിക്കുന്ന വഴിപാടിൽ ഏറ്റവും ചിലവേറിയ ഒരു വഴിപാടാണ് കുത്തിയോട്ടം. അതൊരു ഭക്തൻ്റെ സമർപ്പണമാണ്. 90 മുതൽ 120 അടി വരെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാഴ്ചകളാണ് 13 കരക്കാരുടെയും കൂട്ടായ്മയിൽ സമർപ്പിക്കപ്പെടുന്നത്. 5 തേരുകളും 6 കുതിരകളും ഭീമന്റെയും ഹനുമാന്റെയും പാഞ്ചാലിയുടെയും കോലങ്ങളും ഭരണി നാളിൽ ക്ഷേത്രത്തിലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. എന്നാൽ കരകളിലെ കെട്ടുകാഴ്ചകളുടെ പണികൾ നേരത്തെ തന്നെ ആരംഭിച്ചു. തടിപ്പണികൾ തീരാൻ താമസമുള്ളതിനാൽ ദിവസങ്ങൾ മുൻപേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വർഷവും ശിവരാത്രി നാളിലാണ് കുതിരയുടെ തടി ഉരുപ്പടികളെല്ലാം പുറത്തെടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ ആക്കി തടിക്ക് കേടുപാടുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനും പിന്നെ പല പണികളും തീരാത്തത് കൊണ്ടും നമ്മൾ ഇപ്രാവശ്യം നേരത്തെ എടുത്ത് കെട്ടി നോക്കുവാണ്. കെട്ടുകാഴ്ച നിർമ്മാണവും കുതിരമുട്ടിൽ കഞ്ഞിയും 13 കരക്കാരുടെയും ഒത്തൊരുമയും കലാവൈഭവവും വിളിച്ചുവെന്നതാണ്. കെട്ടുകാഴ്ച നാടിന്റെ ആവേശവും ആഘോഷവുമാണെങ്കിൽ ചെട്ടികുളങ്ങര ഭഗവതിക്ക് മുന്നിൽ ഭക്തിസാന്ദ്രമായ വഴിപാടാണ് കുത്തിയോട്ടം. അഭീഷ്ടം സാധിച്ച ഭക്തർ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടായാണ് കുത്തിയോട്ടം നടത്തുന്നത്. കുട്ടികൾക്കായുള്ള കുത്തിയോട്ട കളരികൾ ഓണാട്ടുകരയിൽ സജീവമായി. ഏകദേശം 50ഓളം കളരികളാണ് ഓണാട്ടുകരയിൽ പ്രവർത്തിക്കുന്നത്. ചെട്ടികുളങ്ങരയിലെ എല്ലാ ആൾക്കാരുടെയും ഹൃദയതാളമാണ് ഈ കുത്തിയോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ചെട്ടികുളങ്ങരയിൽ ജനിക്കുന്ന ഓരോ കുട്ടിയുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കലയാണ് ഈ കുത്തിയോട്ടം. അപ്പോൾ അവരെ ഭാവിയിലേക്ക് അവരെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ആകെ 7 പാദങ്ങളാണ്. അതിൽ പ്രധാനമായും കുത്തിയോട്ടത്തിൽ 4 പാദങ്ങളാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം കുമ്മി എന്നുള്ളൊരു വിഭാഗം കൂടിയുണ്ട്. അത് കുട്ടികൾക്ക് ചെറിയ പ്രായമായതിനു ശേഷമൊക്കെ അവരെ ഇത് നമ്മൾ പരിശീലിപ്പിക്കാറുള്ളൂ. കുത്തിയോട്ടത്തിലെ 4 പാദങ്ങളാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനം കുട്ടികളെ മാനസികവും ശാരീരികവുമായി കരുത്തരാക്കുന്നു. കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതകാലം ഭാവി അവന് നല്ലൊരു ഇതുണ്ടാവും. കാരണം മറ്റുള്ള അനാവശ്യ കൂട്ടുകളിലും ഒന്നിലും പെടാതെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ചെവിടും വെച്ച് മുന്നോട്ട് പോകുന്നതിന് കഴിയും. പിന്നെ മാനസികവും ശാരീരികവുമായ ഒരു ഉന്മേഷത്തിന് കിട്ടും. പഠിക്കാനുള്ള എല്ലാവിധ കഴിവും ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. ഓണാട്ടുകരയുടെ ഹൃദയതാളമായ കുത്തിയോട്ടം ഇത്തവണ 14 വീടുകളിലാണ് വഴിപാടായി നടക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ചെട്ടികുളങ്ങര കുംഭഭരണി നേരിൽ കണ്ട് ആസ്വദിക്കാൻ 10,000ങ്ങളാണ് ഭരണി നാളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.